നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് രണ്ട് വേരിയബിൾസ് ആണ്, എക്സും വൈയും വരുന്ന ആ ഒരു പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് അതിൽ നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയുള്ള ക്ലൂസ് ക്വസ്റ്റ്യനിൽ കാണും. ആ ക്വസ്റ്റ്യനിൽ നിന്ന് ആ ക്ലൂസ് നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ പെൻസിൽ ഈസ് 25 rupees. അത് ആദ്യം എഴുതുക. രണ്ടാമത്തെ ക്ലൂ ദ പ്രൈസ് ഓഫ് 2 പെൻ ആൻഡ് 2 പെൻസിൽ, പ്രൈസ് ഓഫ് പെൻ ആൻഡ് 2 പെൻസിൽ ഈസ് 30 rupees. അത് രണ്ടും എഴുതി. ഇനി നമ്മൾ പെന്നിനും പെൻസിലിനും എന്ത് കൊടുക്കുക? എക്സും വൈയും എന്ന് പറയുന്ന കോസ്റ്റ് കൊടുക്കുക. പെന്നിന്റെ കോസ്റ്റ്, പെൻസ് കോസ്റ്റ്, നമുക്ക് ഇവിടെ പറയുന്നത് പെന്നും പെൻസിലും ആണുള്ളത്. അതുകൊണ്ട് പെന്നിന്റെ കോസ്റ്റ് നമുക്കറിയില്ല. പെന്നിന്റെ കോസ്റ്റ് നമുക്ക് എക്സ് എന്ന് എടുക്കാം, എക്സ് റുപ്പീസ്. അതുപോലെ തന്നെ പെൻസിലിന്റെ കോസ്റ്റ് നമുക്ക് എന്തെന്ന് എടുക്കാം? വൈ റുപ്പീസ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് എ പെൻ, ഒരു പെൻ എന്ന് പറഞ്ഞാൽ 1x പ്ലസ് a pencil 1y is equal to 24. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി 1x plus 1y equal to 24. അടുത്ത പറയുന്ന പ്രൈസ് ഓഫ് ദ പെൻ, ഒരു പെൻ അതായത് 1x പ്ലസ് എത്ര പെൻസിലാണ്? രണ്ട് പെൻസിലാണ്. അപ്പോൾ 2 പെൻസിൽ 2x is equal to 30. ഇനി നമുക്ക് രണ്ട് മെത്തേഡാണ് ടെക്സ്റ്റിൽ പരാമർശിക്കുന്നത്. എലിമിനേഷൻ മെത്തേഡും ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് 1x plus 1y equal to 24. സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് 1x plus 2y equal to 30. അപ്പം 30 കുറച്ച് വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ അടിയിലേക്ക് ഒന്നും കൂടെ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ട് ഇതിന്റെ അടിയിലേക്ക് ഇതിൽ എഴുതാൻ പോകും. അതായത് 1x plus 2y equal to 30. അതുപോലെ തന്നെ 1x plus 1y equal to 24. ഇങ്ങനെ നോക്കുമ്പോഴേ അറിയാം ഇവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ ആളുണ്ട്. എക്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അതായത് സെയിം വേരിയബിൾ അതായത് എക്സ്, അതിന്റെ സൈഡിലുള്ള കോഎഫിഷ്യന്റും സെയിം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ വെട്ടിക്കളയാം. 1x ന് 1x പോയാൽ 0x പ്ലസ് 2y മൈനസ് 1y എന്ന് പറയുന്നത് 1y ആണ്. 30 ൽ നിന്ന് 24 കുറച്ചാൽ എത്രയാണ്? 6. സോ നമുക്ക് y equal to 6 എന്ന് കിട്ടി. അതായത് പെൻസിലിന്റെ വില 6 രൂപ. പേനയുടെ വില നമുക്ക് നോക്കാം. നോക്കിക്കേ, അത് നമ്മൾ 6 എന്ന് കണ്ടുപിടിച്ചാൽ ഒരു ഇക്വേഷൻ എടുക്കുക. ഞാൻ ഈ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. ഏതാണ്? ഇതാണ് എടുക്കുന്നത്. 1x plus 1y equal to 24. 1x plus 1y equal to 24. 1x നമുക്ക് അറിയില്ല, 1/6 ആണെന്ന് കിട്ടി, ഈക്വൽ ടു 24. അതായത് എക്സിന്റെ വില, അതായത് പേനയുടെ വില 24 മൈനസ് 6 18 ആണ്. എത്രയാണ്? 18 രൂപയാണ് പെന്നിന്റെ വില. ഇതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു വേരിയബിളിനെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്ത് കളയും. എലിമിനേറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഈ സൈഡിലുള്ളത് സെയിം ആയിരിക്കണം. സെയിം അല്ലെങ്കിൽ നമ്മൾ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ഇവിടെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് സെയിം ആക്കിയിട്ടാണ് അതിനെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് പെന്നിന്റെയും പെൻസിലിന്റെയും വില കിട്ടി. പേനയുടെ വില 18ഉം പെൻസിലിന്റെ വില 6ഉം എന്ന് നമുക്ക് കിട്ടി. ഇനി അത് നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇക്വേഷൻ മാറത്തില്ല. x plus y equal to 24 ഉം അതിൽ നിന്ന് നമുക്ക് y is equal to എന്തെന്ന് കിട്ടും? 24 minus x. വേറെ ഇക്വേഷൻ ഉള്ളത് x plus 2y equal to 30 എന്നുമാണ് ഉള്ളത്. നമുക്ക് ഇത് ഒരു മെത്തേഡ്, അത് കഴിഞ്ഞു. ഇത് ആ എലിമിനേഷൻ മെത്തേഡിനോട് താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റ് ഇക്വേഷൻ x plus y is equal to 24 ന് y equal to 24 minus x എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ x is equal to എന്തെന്ന് വരുന്നു? അടുത്ത ഇക്വേഷൻ x plus 2y equal to 30. y കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനിലെ y കൊണ്ട് നമ്മൾ 24 minus x എന്ന് ആദ്യത്തെ ഇക്വേഷനിൽ കിട്ടിയ ആ വാല്യൂ കൊണ്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? x plus 2 into 24 48 minus 2 into x 2x equal to 30. നോക്കിക്കേ, ഇവിടെ 48 ഉണ്ട്, ഇവിടെ x minus 2x, x ന് 2x കുറച്ചാൽ minus 1x ആണ്. ഇവിടെ 30 ഉണ്ട്, 30 ഇവിടെ 48 ഉണ്ട്, അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 48 എന്ന് വരും. അപ്പോൾ 30 minus x is equal to
അല്ലെങ്കിൽ മൈനസ് 1x 30 48 കുറച്ചാൽ മൈനസ് 18. അതായത് 48 30 കുറച്ചാൽ 18 ആണ്. പക്ഷെ ചെറുതിൽ നിന്ന് 1 കുറച്ചാൽ മൈനസ് 18. x എത്രയെന്ന് കിട്ടും? രണ്ട് സൈഡിൽ നിന്ന് മൈനസ് ഇട്ട് കളയുമ്പോൾ 18 എന്ന് തന്നെ കിട്ടും. അതായത് നേരത്തെ കിട്ടിയ പേനയുടെ വില തന്നെ ഈ മെത്തേഡിലും കിട്ടും. ഇനി സിംപ്ലി നമ്മൾ ഈ കിട്ടിയ x കൊണ്ട് y യുടെ വാല്യൂവിൽ y 24 മൈനസ് x എന്നാണ് കിട്ടിയത്. അതായത് 24 മൈനസ് 18. 24 ൽ നിന്ന് 18 കുറച്ചാൽ എത്രയാണ്? 6. അതായത് പെൻസിലിന്റെ വില 6ഉം പേനയുടെ വില 18ഉം ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 29 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 5. വാട്ട് ആർ ദ നമ്പേഴ്സ്? സം ഓഫ് ടു നമ്പേഴ്സ് ഈസ്, രണ്ട് നമ്പേഴ്സ് അറിയില്ല, നമുക്ക് അത് x ഉം y എന്നും എടുക്കാം. അപ്പോൾ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 29. x plus y equal to 29. അതുപോലെ തന്നെ ഡിഫറൻസ് ഓഫ് ദാറ്റ് നമ്പേഴ്സ് ഈസ് x minus y is equal to 5. വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് ചോദ്യം. ഇത് സം ആണ് തന്നിരിക്കുന്നത്, ഇത് ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അത് എലിമിനേഷൻ മെത്തേഡും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെയും കണ്ടിട്ട് അതിനുള്ള എളുപ്പ വഴിയും കൂടെ കാണാം. നോക്കിക്കേ, ഇവിടെ മൈനസ് ആണ് ചെയ്യുന്നതെങ്കിൽ x വെട്ടി പോകും 0. y മൈനസ് y എന്ത് വരും? മൈനസും മൈനസും വരുമ്പോൾ പ്ലസ് ആവും 2y. 29 മൈനസ് 5 24. അതായത് y is equal to 24/2. അതായത് 12 ആണ് y യുടെ വാല്യൂ. y യുടെ വാല്യൂ 12 ആണെങ്കിൽ നോക്കിക്കേ, x മൈനസ് y, ഈ ഇക്വേഷനിൽ ഞാൻ y യുടെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. x മൈനസ് 12 ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ x is equal to 5 plus 12 is equal to എത്രയായിരിക്കും? 17. x is equal to 5 plus 12 17. അതായത് 17 ൽ നിന്ന് 5 കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് 17 ൽ നിന്ന് 12 കുറയ്ക്കുമ്പോഴാണ് 5 കിട്ടുന്നത്. അതായത് x ന്റെ വാല്യൂ 17, y യുടെ വാല്യൂ 12 നമ്മൾ കണ്ടുപിടിച്ചു. ഇത് എലിമിനേഷൻ മെത്തേഡാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ x plus y is equal to 29 ഉണ്ട്. y is equal to എന്ത് വരും? 29 minus x. അതായത് y നെ x ന്റെ ടേംസിലോട്ട് ആക്കി. രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുന്നു. ഏതാണ് അത്? x minus y equal to 5. ഈ y ന് കൊണ്ട് ഈ 29 minus x കൊടുക്കുക. x minus, ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്, y യുടെ വാല്യൂ 29 minus x equal to 5. x minus 29 മൈനസ് മൈനസ് എന്താവും? പ്ലസ് x ആവും, ഈക്വൽ ടു 5. ഇവിടെ x ഉം എത്രയാവും? 2x. x plus x എത്രയാ? 2x ഈക്വൽ ടു 29ഉം ഈ 5ഉം കൂടെ കൂട്ടുമ്പോൾ ഈ മൈനസ് 29 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 29 ആവും. അത് അപ്പോൾ 29ഉം 5ഉം 34 എന്ന് കിട്ടും. അതായത് 2x 34 ആണെങ്കിൽ x 34 ഡിവൈഡഡ് ബൈ 2 17 ആണ് ആൻസർ. ഇനി ഈ x ന്റെ വാല്യൂ കൊണ്ട് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, y കിട്ടും. 29 മൈനസ് 17 എന്ന് പറയുന്നത് എത്രയാണ്? 12. അപ്പോൾ x നേരത്തെ കിട്ടിയത്, y നേരത്തെ കിട്ടിയതുപോലെ 12 കിട്ടി, x നേരത്തെ കിട്ടിയതുപോലെ 17 കിട്ടി. ഇനി എളുപ്പ വഴിയിലേക്ക് പോകാം. സം ഓഫ് ടു നമ്പേഴ്സ്, ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞു വന്നാൽ x plus y ഉം x minus y ഉം ആണ്. അങ്ങനെ വന്നാൽ എളുപ്പ വഴി എന്ന് പറയുന്നത്, അതായത് സമ്മും ഡിഫറൻസും, സം എത്ര? 29, ഡിഫറൻസ് എത്ര? 5. എളുപ്പ വഴി എന്ന് പറയുന്നത് സമ്മും ഡിഫറൻസും ആണ് വന്നെങ്കിൽ സം പ്ലസ് ഡിഫറൻസ് ബൈ 2 ഉം സം മൈനസ് ഡിഫറൻസ് ബൈ 2 ആണ്. സം പ്ലസ് ഡിഫറൻസ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയാ? ക്വസ്റ്റ്യനിൽ സം 29 ഡിഫറൻസ് 5 എന്ന് തന്നിട്ടുണ്ട്. 29 പ്ലസ് 5 ബൈ 2 ഉം 29 മൈനസ് 5 ബൈ 2 ആയിരിക്കും. ഇതാണ് എളുപ്പ വഴി. x is equal to y equal to എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നോക്കിക്കോളൂ, 29 ഉം 5ഉം 34, 34ന്റെ പകുതി 34/2 എത്രയാണ്? 17. അടുത്തത് 29 ൽ 5 കുറച്ചാൽ 24, 24ന്റെ പകുതി 12. സോ 17 12. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഇത് എലിമിനേഷൻ മെത്തേഡ്, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, ഇത് സമ്മ്, ഇത് ഡിഫറൻസ് ആയിട്ട് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ x plus y, x minus y എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് x plus d/2, x minus d/2 എന്നിവയിലൂടെ നമുക്ക് ആൻസർ കണ്ടെത്താനാവും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഏജ് പ്രോബ്ലം ആണ്, അതായത് വയസ്സ് സംബന്ധിച്ച ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഏജ് പ്രോബ്ലം വന്നാൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ രാജനുണ്ട്. രാജൻ എന്ന് പറഞ്ഞ ഒരു ആളുടെയും അദ്ദേഹത്തിന്റെ മകൻ സൺ ബാബുവിന്റെയും ഏജസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുള്ളത്. സോ അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്.
പേഴ്സൺസ് ആരൊക്കെയാണെന്ന് എഴുതി വെക്കുക. പേഴ്സൺസ് ആരൊക്കെയാണ്? രാജനും അതുപോലെ ഹിസ് സൺ ബാബു, രണ്ടുപേരാണ് ഈ ചോദ്യത്തിൽ ഉള്ളത്. അപ്പൊ ഉറപ്പായിട്ടും ഏജ് പ്രോബ്ലം വന്നാൽ ഇപ്പത്തെ ഏജ്, രാജൻസ് പ്രസന്റ് ഏജ്, ആദ്യത്തെ സെന്റൻസ് നിങ്ങൾ ഇതായിരിക്കണം. അതുപോലെ ബാബൂസ്, രാജൻസ് പ്രസന്റ് ഏജ്, ബാബൂസ് പ്രസന്റ് ഏജ്. രാജൻസ് പ്രസന്റ് ഏജ് എന്തായിട്ട് എടുക്കണം? എക്സ്. അതുപോലെ തന്നെ ബാബുയുടെ പ്രസന്റേജ് എന്തായിട്ട് എടുക്കണം? വൈ. അപ്പൊ രാജന്റെ പ്രസന്റേജ് എക്സും ബാബുയുടെ പ്രസന്റേജ് എന്തായിട്ട് എടുക്കണം? വൈ ആയിട്ട് എടുക്കണം. ആഫ്റ്റർ 6 ഇയേഴ്സ്, അപ്പം ഇത് പ്രസന്റിന്റെ കാര്യമാണ്. ആദ്യമേ ഏജ് പ്രോബ്ലം എന്തു ആയിക്കോട്ടെ, ഒരിക്കലും നമുക്ക് പ്രസന്റിന്റെ കാര്യം എടുക്കണമെന്ന് ക്വസ്റ്റ്യൻ തരത്തേ ഇല്ല. പക്ഷെ ഏജ് പ്രോബ്ലം വന്നാൽ പ്രസന്റ് ഏജ്, ഇപ്പോഴത്തെ ഏജ് ആദ്യം എടുക്കണം. ഇപ്പോഴത്തെ ഏജ് രാജന്റെ എക്സും ബാബുയുടെ വൈയും ആണ്. ആഫ്റ്റർ 6 ഇയേഴ്സ്, ഇത് പ്രസന്റ് ഏജസ്. ഇനി ആഫ്റ്റർ 6 ഇയേഴ്സ്, ഇനി ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ എഴുതണം. ആദ്യം പ്രസന്റേജ് എഴുതൽ മസ്റ്റ് ആണ്. അതായത് ഇപ്പോഴത്തെ ഏജ് എത്രയാണെന്ന് അറിയാമെങ്കിലല്ലേ എന്ത് എഴുതാൻ പറ്റുള്ളൂ? 6 വർഷം ഇപ്പോൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആഫ്റ്റർ 6 ഇയേഴ്സ് രാജൻസ് ഏജ് വിൽ ബി, രാജൻസ് ഏജ് വിൽ ബി, ഇപ്പൊ എക്സ് ആണെങ്കിൽ, ഇപ്പൊ എക്സ് ആണെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ രാജന്റെ വയസ്സ് എത്രയായിരിക്കും? x+6. ബാബൂസ് ഏജ് വിൽ ബി, ബാബൂസ് ഏജ് വിൽ ബി, ഇപ്പോൾ y ആണെങ്കിൽ, അതായത് ഇപ്പോൾ 5 വയസ്സുള്ള ഒരാൾക്ക് 6 വർഷം കഴിയുമ്പോൾ 5 6 11 വയസ്സാവും. അതുപോലെ ഇപ്പോൾ y ആണ്, അത് 6 വർഷം കഴിയുമ്പോൾ y+6 ആവും. ഇനി ആഫ്റ്റർ എന്നുള്ളത് കഴിഞ്ഞു. 6 ഇയേഴ്സ് രണ്ടുപേരും എഴുതി. ഇനി അടുത്തത് ഓക്കെ, അത്രയാണ് ഇവർ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് സം ഓഫ് ദ ഏജസ് ഓഫ് രാജസ്ഥാൻ ഹിസ് സൺ ഈസ് 60. ഇനി അപ്പൊ ഏജ് പ്രോബ്ലം വരുമ്പോൾ ആദ്യം തന്നെ പ്രസന്റ് ഏജ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ, അതായത് ഇപ്പത്തെ ഏജ് എക്സും വൈ ആയിട്ട് എടുത്തിട്ട്, രണ്ടാൾക്കാരുടെ എക്സും വൈ ആയിട്ട് എടുത്തിട്ട് ആഫ്റ്റർ ആണെങ്കിൽ ആ ഏജിന്റെ കൂടെ എത്ര വർഷമാണോ ഉള്ളത് അത് കൂട്ടി വെക്കുക. അത് ഇനി ആഫ്റ്റർ അല്ല, ബിഫോർ, ഇനി മുമ്പുള്ളത്, അതായത് 2 വർഷം മുമ്പ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു? 2 ഇയേഴ്സ് എഗോ എന്നൊക്കെ എഴുതിയിട്ട് എക്സിൽ നിന്ന് 2 കുറയ്ക്കുക, വൈയിൽ നിന്ന് 2 കുറയ്ക്കുക. ഈ ക്വസ്റ്റ്യനിൽ ബിഫോറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ഇവിടെ ആഫ്റ്റർ മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പ്രസന്റ് ഏജ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എടുത്തെഴുതണം. ക്വസ്റ്റ്യനിൽ പിന്നെ തന്നിട്ടുള്ളത് 6 വർഷത്തിന് ശേഷം ഉള്ളതുമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇൻ കേസ് ചിലപ്പോൾ തരുന്നത് 6 എത്രയാ, ഒരു പർട്ടിക്കുലർ ഇയേഴ്സ് ആഫ്റ്റർ, അത് അല്ലെങ്കിൽ ഇപ്പൊ ഏജ്, ഇപ്പത്തെ ഏജ് അറിയാം, അത് അതിന് മുമ്പ് 2 or 3 വർഷത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് മുമ്പ് ഇയാളുടെ ഏജ് എത്രയായിരിക്കും? x-3. വൈയുടെ ഏജ് എത്രയായിരിക്കും? y-3. 10 വർഷത്തിന് ശേഷം x എത്രയായിരിക്കും? x+10. വൈയുടെ എത്രയായിരിക്കും? y+10. 6 വർഷത്തിന് മുമ്പ് എക്സിന്റെ ഏജ് എത്രയായിരുന്നു? അതായത് രാജൻ x-6. 6 വർഷം മുമ്പ് ബാബുവിന്റെ ഏജ് y-6. അങ്ങനെ എഴുതാൻ പഠിക്കണം, വളരെ സിമ്പിൾ ആണ്. സോ വൺസ് അഗൈൻ ഇപ്പത്തെ ഏജ് എക്സും വൈയും, 6 വർഷം കഴിയുമ്പോൾ x+6ഉം y+6ഉം, അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലുള്ള 2 സെന്റൻസ് അതുപോലെ തന്നെ എഴുതണം. കാരണം ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ തന്നെ എഴുതണം. സം ഓഫ് ഏജസ് ഓഫ് രാജൻ ആൻഡ് ബാബു ഈസ് 60 ഇയേഴ്സ്. ഇതാണ് ഒന്നാമത്തെ ക്ലൂ. സം എന്ന് പറഞ്ഞാൽ പ്ലസ് ഏജസ് ഓഫ് രാജൻ ആൻഡ് ബാബു, അതായത് ഇപ്പത്തെ ഏജിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പത്തെ ഏജ് ഏതൊക്കെ എടുക്കുക? എക്സും വൈയും. ഈ എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 60 എന്ന് അവര് ഒന്നാമത്തെ ഇക്വേഷൻ തന്നിരിക്കുന്നു. അതായത് ഇൻഡയറക്ട്ലി തന്ന് നമ്മൾ അതിനെ ഇക്വേഷൻ ഫോമിലോട്ട് ആക്കണം. ഇത് എഴുതാം ആൻസറിൽ. സം ഓഫ് ദ ഏജസ് ഓഫ് രാജൻ ആൻഡ് ബാബു 60 ഇയേഴ്സ്. സോ രാജന്റെ എക്സ് എന്ന് എടുക്കുക, ബാബുയുടെ വൈ എന്ന് എടുക്കുക, എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 60 എന്ന് കിട്ടി. ഇനി അടുത്തത് അതേപടി തന്നെ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ എഴുതി വെക്കുക. ആഫ്റ്റർ 6 ഇയേഴ്സ് രാജൻ becomes 3 times the age of his son. ഈ ഒരു ഇക്വേഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അതിന് തെറ്റി പോവില്ല. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ഈ ചോദ്യത്തിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന
സെന്റൻസ് അതുപോലെ എഴുതി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. ആഫ്റ്റർ 6 ഇയേഴ്സ്, അപ്പോൾ ഇതിൽ നിന്നാണ് എടുക്കേണ്ടത്. ആഫ്റ്റർ 6 ഇയേഴ്സ് രാജൻ ബിക്കംസ്, രാജന്റെ ഏജ് എത്രയാ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, x+6. ആഫ്റ്റർ 6 ഇയേഴ്സ് രാജന്റെ ഏജ് രാജൻസ് ബിക്കംസ് ഈക്വൽ ടു 3 ടൈംസ്. 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3 into the age of his son. ആഫ്റ്റർ 6 ഇയേഴ്സ് അല്ലേ, ആഫ്റ്റർ 6 ഇയേഴ്സ് ബാബു അതായത് മകന്റെ ഏജ് y+6 അല്ലേ, അതാണ് അതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 6 വർഷം കഴിയുമ്പോൾ രാജന്റെ ഏജ് മകന്റെ ഏജിന്റെ 3 ഇരട്ടിയാവും. രാജന്റെ ഏജ് എത്രയാ x+6, മകന്റെ ഏജ് എത്രയാ y+6. പറയുന്നത് എന്താ, മകന്റെ ഏജിനെ കണ്ടു 6 വർഷത്തിന് ശേഷം മകന്റെ ഏജ് y+6, അതിന്റെ 3 ഇരട്ടിയായിരിക്കും ആ രാജന്റെ 6 വർഷം കഴിഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഈസ് എ സെക്കൻഡ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഫോമിൽ ആയിട്ടില്ല, നമുക്ക് ആക്കി എടുക്കേണ്ടതുണ്ട്. x+6 is equal to 3 into y 3y, 3 into 6 18. So x minus 3y equal to, ഇവിടെ 18 ഉണ്ട്, ഈ 3y ഇങ്ങോട്ട് വരുമ്പോൾ -3y ആയി, ഈ 6 ഇങ്ങോട്ട് വരുമ്പോൾ -6 ആവും. So x minus 3y equal to 12. x minus 3y is equal to എത്ര? 12. ഇക്വേഷൻ നമ്പർ 2. ഒന്നുകൂടെ പറയാം. 6 വർഷം കഴിയുമ്പോൾ രാജന്റെ ഏജ് മകന്റെ ഏജിന്റെ 3 ഇരട്ടിയാണ്. 3 ഇരട്ടിയാണ്. So x+6 is equal to 3 into y 3y, 3 into 6 18. So x minus 3y is equal to 18 minus 6. That is x minus 3y equal to 18 minus 6 12. രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ x plus y equal to 60 ഉം അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ x minus 3y equal to 12. ഇതാണ് രണ്ട് ഇക്വേഷൻ. നമുക്ക് ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യണമെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും ആണുള്ളത്. നമുക്ക് ആദ്യം എലിമിനേഷൻ മെത്തേഡ് എടുക്കാം. എലിമിനേഷൻ മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വേരിയബിളും അതുപോലെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം. നോക്കിയാൽ 1x ഉം 1x ഉം സെയിം ആണ്. അപ്പോൾ നമുക്ക് അതിനെ കുറച്ചാൽ 0 കിട്ടും. ഒരെണ്ണത്തിനെ ഇല്ലാണ്ടാക്കി എലിമിനേറ്റ് ചെയ്തു. y minus minus y എത്രയാണ്? 4y. y minus minus 3y എത്രയാ? മൈനസും മൈനസും പ്ലസ് ആവും. സോ y plus 3y എത്രയാ? 4y. 60 minus 12 എത്രയാ? 48. 60 ൽ 2 പോയാൽ 58. അപ്പോ 10 കുറച്ചാൽ 48. y is equal to 48/4. 4 4 ഒരു പ്രാവശ്യം, 8 4 2 തവണ. സോ സിംപ്ലി നമുക്ക് കിട്ടി ആരുടെ ഏജ്? y. y ആരാ? ബാബു, മകന്റെ ഏജ് 12. ഇനി നോക്കിയേ, x ഉം y ഉം കൂടെ കൂട്ടുന്നത് 60 ആണ്. അതിലെ x plus y 12 ആണ് കിട്ടി, ഈക്വൽ ടു 60. അങ്ങനെയാണെങ്കിൽ x is equal to 60 minus 12 48. രാജന്റെ ഏജ് എത്രയായിരിക്കും? 48. മകന്റെ ഏജ് എത്രയായിരിക്കും? 12. ഇത് ഏത് മെത്തേഡിലാണ് ചെയ്തത്? എലിമിനേഷൻ. ഇനി സബ്സ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡില് x plus y equal to 60. x plus y equal to 60. രണ്ടാമത്തെ ഇക്വേഷൻ x minus 3y equal to 12. നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിലും എളുപ്പമായിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിൽ നോക്കിയേ, x plus y equal to 60 ആണെങ്കിൽ y equal to എന്താണ്? 60 minus x. 60 minus x. അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? x. ഈ ഇക്വേഷനിൽ കൊണ്ട് y യുടെ അവിടെ കൊണ്ട് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്നല്ല y കണ്ടുപിടിച്ചത്. ആ കിട്ടിയ y ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഈ y കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? x minus 3 into 60 minus x is equal to 12. x minus 3 into 60 190. 3 into minus x plus x equal to 12. ഈ മൈനസ് 180 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 180. ഇവിടെ x എത്രയാ? 2x. 12 നോക്കിയേ, ഇവിടെ 3 into 60 180. ഇവിടെ മൈനസ് 3 into minus x ആയിരുന്നു. അപ്പോൾ എന്ത് വരും? പ്ലസ് 3x വരും. 3 ഉം x ഉം 1x എത്രയാണ്? 4x. So 4x is equal to 192. 4x is equal to 192. x is equal to 192 divided by 4. 19 ൽ 4 പ്രാവശ്യം, ശിഷ്ടം 3 32 8. അങ്ങനെ x എത്രയെന്ന് കിട്ടും? 48. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. ഇത് പാടുള്ളവർ എലിമിനേഷൻ മെത്തേഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് x 48 എന്ന് കിട്ടി. അതുകൊണ്ട് ഇവിടെ കൊടുക്കുമ്പോൾ 60 minus 48 എത്രയാണ്? 12 ആണ് അതിന്റെ ഏജ് വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് y കണ്ടുപിടിച്ചു, അത് കൊണ്ടുപോയി ഈ y കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3 into 60 180 minus 3 into minus x plus 3x.
സോ എക്സും 3x കൂടെ കൂട്ടുമ്പോൾ 4x, ഇവിടെ 12 ഉണ്ട്, -180 ഇങ്ങോട്ട് വരുമ്പോൾ +180, 180 12 192, 4x is equal to 192, x is equal to എത്ര വരും 192 divided by 4 is equal to 48. ആ 48 ഇവിടെ കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 60 - 48 is equal to എത്ര എന്ന് കിട്ടും 12 എന്ന് നമുക്ക് കിട്ടും. 12 എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഇത് എലിമിനേഷൻ മെത്തേഡ്. ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ ഇപ്പൊ നമ്മൾ ചെയ്ത ഈ ഒന്നാമത്തെ ചോദ്യം, അതുപോലെ തന്നെ ആറാമത്തെ ചോദ്യം, അതുപോലെ തന്നെ 12ാമത്തെ ചോദ്യമൊക്കെ ഏത് കൊല്ലം, കഴിഞ്ഞ കൊല്ലത്തെ ഓണം എക്സാമിലായിരുന്നു. ഇനി വരുന്ന ഈ ഒരു 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഈ കൊല്ലം ഓണത്തിന്റെ മോഡലാക്കി ഇറക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. നോക്കിക്കേ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊല്ലം തൊട്ട് ABCD എന്നൊക്കെ പറഞ്ഞ് 3 ഓപ്ഷൻ 4 ഓപ്ഷൻ ഉള്ള MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി മുതൽ ഉണ്ടാവും. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇനി മുതൽ ഉണ്ടാവും. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇനി ഉണ്ടാവും. സോ അതുപോലെ MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇഷ്ടംപോലെ ചോയ്സസ് തന്നിട്ടുണ്ട്, 4 ചോയ്സ് തന്നിട്ടുണ്ട്. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യണം ഏതാണ് കറക്റ്റ് എന്നുള്ളത്. ഒറ്റ ഓപ്ഷനെ കറക്റ്റ് വരുള്ളൂ, അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ആ ടൈപ്പ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40. പെരിമീറ്റർ 40 ആണ്. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്, പെരിമീറ്റർ 40 ആണെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത് പെരിമീറ്ററിന്റെ എന്തായിരിക്കും, പകുതിയായിരിക്കും. ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും, പകുതിയായിരിക്കും എന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഇത് മൊത്തം പെരിമീറ്റർ മൊത്തം 40, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് 20 ആയിരിക്കും. ഇതും കൂടെ കൂട്ടുന്നത് എന്തായിരിക്കും, 20. ഇനി വൺ സൈഡ് ഈസ് 10 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. ഒരു സൈഡ്, ചെറിയ സൈഡ് വലുതിനെക്കാട്ടിലും എത്ര സെന്റിമീറ്റർ കൂടുതലാണ്, 10 സെന്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ഇക്വേഷൻ, ഏതാണ് ഇതില് കറക്റ്റ് ഇക്വേഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. The perimeter of rectangle is 40 centimeter. പെരിമീറ്റർ 40 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത്. ലെങ്തിന് നമുക്ക് ഓക്കേ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 20 ആയിരിക്കും. ഇനി the perimeter of one side is 10 centimeter longer than the other. ഒരു സൈഡ് നമ്മൾ ബ്രെഡ്ത്തിനെ നമ്മൾ x എടുത്താൽ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് പറയുന്നത്, 10 സെന്റിമീറ്റർ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇത് x എന്ന് എടുത്താൽ ഇത് 10 പ്ലസ് x ആയിരിക്കും. സോ ലെങ്ത് 10 പ്ലസ് x ഉം ബ്രെഡ്ത്ത് എത്രയായിരിക്കും, x ആയിരിക്കും. അത് ഈക്വൽ ടു 20. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല. ഇനി അപ്പോൾ നമ്മൾ അത് ചെയ്യണം. ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, x എത്രയാണ്, 2x. ഇവിടെ എത്രയാണ്, +10 ഈക്വൽ ടു 20. സോ 2x + 10 ഈക്വൽ ടു 20 ഉണ്ടോ എന്ന് നോക്കാം. ഇതല്ല, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 2x + 10 ഈക്വൽ ടു 20. അതെങ്ങനെയാണ് കിട്ടിയത് ഒന്നുകൂടെ പറഞ്ഞുതരാം. പെരിമീറ്റർ 40 എന്ന് പറയുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കൂട്ടുന്നത് 20 ആയിരിക്കും. കാരണം ഇത് 20, ഇത് 20. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു സൈഡ് മറ്റുള്ള സൈഡിനെക്കാളും 10 സെന്റിമീറ്റർ കൂടുതൽ എന്നാണ്. അതായത് ഒരു സൈഡ് x എന്ന് എടുത്താൽ മറ്റേത് 10 + x എന്ന് എടുക്കണം. സോ അത് കാരണം ഒരു സൈഡിനെക്കാളും മറ്റേ സൈഡ് 10 കൂടുതൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം x എടുത്താൽ മറ്റേത് 10 + x. 10 + x + x is equal to 20. x എത്രയാണ്, 2x. 2x + 10 equal to 20. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഉണ്ട്. 2x + 10 equal to 20 is the correct answer. അടുത്തതും ഈ കൊല്ലം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നതാണ്. അതൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. The sum of two numbers is 19 and difference is, ഞാൻ തൊട്ട് മുകളിലൊക്കെ ഉള്ളതാ നമ്മൾ ഇവിടെ ചെയ്യിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ. Sum of two numbers is 29, difference is 5. അങ്ങനെ വരുമ്പോൾ 2-3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എലിമിനേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ ചെയ്യേണ്ട നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് അത് രണ്ടും ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ എളുപ്പവഴി പറഞ്ഞു തന്നിരുന്നു, സം പ്ലസ് ഡിഫറൻസ് ബൈ 2 ആൻഡ് സം മൈനസ് ഡിഫറൻസ് ബൈ 2. അപ്പോൾ അതുപോലെ ഇവിടെ ഇത് MCQ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് സം പ്ലസ് ഡിഫറൻസ് ബൈ 2, സം മൈനസ് ഡിഫറൻസ് ബൈ 2. സം എത്രയാണ്, 19 പ്ലസ് ഡിഫറൻസ് എത്രയാണ്, 5/2 ഉം സം മൈനസ് ഡിഫറൻസ് എത്രയാണ്, 19 മൈനസ് 5/2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ 19 പ്ലസ് 5/2, 19 മൈനസ് 5/2 ആണ് ആൻസർ. കാരണം സം എത്രയാണ്, 19, ഡിഫറൻസ് എത്രയാണ്, 5. 19 5 എത്രയാ, 24/2, 12. ദ ലാർജർ നമ്പർ ആണ് വെച്ചിരിക്കുന്നത്. 19 മൈനസ് 5 എത്രയാ, 14. 14/2 ഏതാ 7.
സോ 7 വരുന്നുണ്ട്, പക്ഷെ അത് ലാർജർ നമ്പർ അല്ല. ലാർജർ നമ്പർ ഏതാണ്? 12. സോ MCQയിൽ സം ആൻഡ് ഡിഫറൻസ് ചോദിച്ചാൽ സം പ്ലസ് ഡിഫറൻസ് ബൈ 2 ഉം സം മൈനസ് ഡിഫറൻസ് ബൈ 2 ഉം നമ്മൾ ചെയ്താൽ മതി. സോ സം പ്ലസ് ഡിഫറൻസ് ബൈ 2 എന്താണ്? 19 പ്ലസ് 5 ബൈ 2 ഉം സം മൈനസ് ഡിഫറൻസ് എത്രയാണ്? 19 മൈനസ് 5 ബൈ 2 ആണ്. അടുത്തത് the price of 2 bulbs and 2 battery. ഇത് നോക്കിക്കേ, പ്രൈസ് ഓഫ് 2 ബൾബ്. ഞാൻ പറഞ്ഞിരുന്നു ഇത് കൂടി ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവർ തന്നിരിക്കുന്ന ആ രണ്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഇക്വേഷൻ നമ്മൾ അതേപോലെ തന്നെ എഴുതണം. ആ ഒരു വേർഡ് സോറി ആ സെന്റൻസ് നമ്മൾ അതേപോലെ തന്നെ എഴുതണം. രണ്ട് സെന്റൻസും the price of 2 bulbs and bulbs and എന്നാണല്ലേ, അപ്പോൾ and 5 batteries is 320 rupees. The price of 2 bulbs and 5 batteries is 320. Price of അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ബൾബിന്റെ കോസ്റ്റ്, ബൾബ്സ് കോസ്റ്റ് ഈക്വൽ ടു x. ബൾബിന്റെ കോസ്റ്റ് എന്താണെന്ന് എടുത്തു x. അതുപോലെ തന്നെ ബാറ്ററി, ബാറ്ററീസ് കോസ്റ്റ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കണം? y. Bulbs cost is equal to x, batteries cost equal to എന്തെന്ന് കൊടുക്കണം? y. സോ നോക്കിയേ, എന്നിട്ട് ഫസ്റ്റ് സെന്റൻസ് അതുപോലെ എഴുതിയിട്ട് പ്രൈസ് ഓഫ് 2 ബൾബ്സ്. 2 ബൾബ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ബൾബ്, ഒരു ബൾബിന്റെ x ആണെങ്കിൽ രണ്ട് ബൾബിന്റെ എത്രയാണ്? 2x. പ്രൈസ് ഓഫ് 2 ബൾബ് ആൻഡ് 5 ബാറ്ററീസ്. ഒരു ബൾബിന്റെ ഒരു ബാറ്ററിയുടെ y ആണെങ്കിൽ അതുകൂട്ട് 5 ബാറ്ററിയുടെ എത്രയാണ്? 5y is equal to എത്രയാ? 320. Equation number 1, simple equation. So 2x plus 5y equal to 320. അടുത്ത അതേപോലെ തന്നെ എഴുതണം. The price of 2 bulbs and 8 batteries. 8 batteries is 440 rupees. So price of 2 bulb വീണ്ടും 2x. അത് എലിമിനേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് അങ്ങനെ അവർ തന്നിരിക്കുന്നത്. 2 bulbs and 8 batteries. 8 batteries, ബാറ്ററിയുടെ ഒരെണ്ണത്തിന്റെ y ആണെങ്കിൽ 8 ബാറ്ററിയുടെ 8y is equal to 440. ഈക്വൽ ടു എത്രയാണ്? 440. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ബൾബിന്റെയും 5 ബാറ്ററിയുടെയും 320 രൂപ, അതുപോലെ രണ്ട് ബൾബിന്റെ 8 ബാറ്ററിയുടെയും 440 രൂപ. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ബാറ്ററി, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ബൾബ് എന്നാണ് ചോദ്യം. രണ്ടും ഇക്വേറ്റ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്. രണ്ടും കാണിച്ചു തരാം. 2x plus y equal to 320. അതുപോലെ തന്നെ 2x plus 8y is equal to 440. ദാ 2x plus 5y equal to 320. 2x plus 8y is equal to 440. നമുക്ക് ഇത് കാണുമ്പോൾ അറിയാം ഇവനാണ് വലുത്. നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് 2x plus 8y equal to 440 എഴുതാം. രണ്ടാമത് 2x plus 5y is equal to 320 എഴുതാം. എന്നിട്ട് മൈനസ് ചെയ്താൽ 2x ന് 2x പോകുമ്പോൾ എത്രയാണ്? 0. 8 ന് 5 കുറച്ചാൽ എത്രയാണ്? 3y. 440 ൽ നിന്ന് 0 ന് 0 കുറച്ചാൽ 0, 4 ന് 2 കുറച്ചാൽ 2, 4 ന് 3 കുറച്ചാൽ 1, 120. അങ്ങനെയാണെങ്കിൽ y എത്രയായിരിക്കും? 120/3. 12 ൽ എത്ര? 3, 4. സോ ആൻസർ ഈസ് 40. നമുക്ക് കിട്ടി. വൈഡ് എന്ന് പറയുമ്പോൾ ആരാണ്? y ആരാണ്? ബാറ്ററിയുടെ കോസ്റ്റ് എത്രയാണ്? 40 രൂപ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2x plus 8y equal to 440. അതായത് 2x plus 8 into 40 is equal to 440. 2x plus 8 16 24 32 320 equal to 440. 2x 320 അങ്ങോട്ട് പോകുമ്പോൾ 440 മൈനസ് 320 എന്നാകും. 2x എന്ന് പറയുന്നത് 320 ഉം 80 ആണ്. 400 80 നാകുമ്പോൾ 120. x is equal to 120/2. 60 രൂപയാണ് ഇതിന്റെ ഒരു ബൾബിന്റെ വില. അതുപോലെ തന്നെ ബാറ്ററിയുടെ വില 40 ആണ്. ഇനി ഇതേ ആൻസേഴ്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ കണ്ടെത്താം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു ഇക്വേഷൻ എഴുതണം. 2x പ്ലസ്, പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻ എലിമിനേഷൻ ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2x plus 5y equal to 320 എന്ന് വരും. 2x equal to 320
മൈനസ് 5y അതുപോലെ തന്നെ x is equal to 320 മൈനസ് 5y ഡിവൈഡഡ് ബൈ 2 എന്നൊക്കെ വരും. അപ്പോൾ ഇത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എലിമിനേഷൻ ആണ് ഏറ്റവും എളുപ്പം. നമ്മൾ ഇനി ചെയ്തത് ശരിയാണെന്ന് നോക്കണം. y is equal to 40 എന്നും കിട്ടി, x is equal to 60 എന്നും കിട്ടി. ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് 2 × 60 x 60 അല്ലേ നമുക്ക് കിട്ടിയത്, x 60 2 × 60 120. അതുപോലെ തന്നെ y കിട്ടിയത് 40, 5 × 40 5 4 20. സോ 200 പ്ലസ് 120 എത്ര കിട്ടുന്നുണ്ട്, 320 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ ശരിയാണ്. അടുത്തത് the price of 2 notebooks and 3 pens is 95 rupees. price of ഇവിടെ നോട്ട്ബുക്കിന്റെ ഇവിടെ നോട്ട്ബുക്സ് പ്രൈസ് ഈക്വൽ ടു എത്ര എടുക്കണം, x. അതുപോലെ തന്നെ വേറെ ആരാണുള്ളത്, നോട്ട്ബുക്ക് ആൻഡ് പെൻ. പെൻസ് പ്രൈസ് ഈക്വൽ ടു എത്ര എടുക്കണം, y. പെന്നിന്റെ പ്രൈസ് y എന്ന് എടുക്കാം, നോട്ട്ബുക്കിന്റെ പ്രൈസ് എന്തെന്ന് എടുക്കാം, x എന്ന് എടുക്കാം. പ്രൈസ് ഓഫ് നോട്ട്ബുക്ക്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ എഴുതിയിരിക്കുന്ന സെന്റൻസ് തന്നെ വീണ്ടും എഴുതണം. ദ പ്രൈസ് ഓഫ് 2 നോട്ട്ബുക്ക് ആൻഡ് 3 പെൻ ഈസ് 95. നോക്കിയേ, പ്രൈസ് ഓഫ് 2 നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്കിന്റെ x അല്ല, അപ്പോൾ 2 നോട്ട്ബുക്കിന്റെ 2x ആൻഡ് 3 പെൻ, ഒരു പെന്നിന്റെ y അല്ല, അപ്പോൾ 3 പെന്നിന്റെ 3y ഈസ് ഈക്വൽ ടു 95. ഒരു ക്വസ്റ്റ്യൻ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ നമ്മൾ അതേപടി തന്നെ ഇംഗ്ലീഷിൽ എഴുതി വെക്കണം. ദ പ്രൈസ് ഓഫ് 5 notebook and 2 pen is 210 rupees. നോക്കിയേ, പ്രൈസ് ഓഫ് 5 നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്കിന്റെ x അല്ലേ, അപ്പോൾ 5x plus 2 pen 2y is equal to എത്രയാ, 210 രൂപ എന്നാണ് തന്നിരിക്കുന്നത്. ഇതും ഈ കൊല്ലത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നതാണ്. ഓണത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 210 rupees. ഫോം ആൻഡ് ഇക്വേഷൻ ആണ് ചോദ്യം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തു. 5x plus 2y equal to 210 അതുപോലെ തന്നെ 2x plus 3y equal to 95. നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുമ്പോൾ 5x ഉം 2x ഉം ഇവിടെ നമുക്ക് കുറയ്ക്കുമ്പോൾ ഒന്നും വെട്ടിപ്പോകുന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്. അപ്പൊ 5നെയും 2നെയും സെയിം രീതിയിലേക്ക് ആക്കിയിട്ട് വെട്ടിക്കളയാനേ പറ്റത്തുള്ളൂ. എലിമിനേഷൻ മെത്തേഡ് ഇവിടെ ഒറ്റയടിക്ക് പോസിബിൾ അല്ല. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പോസിബിൾ ആണ്, പക്ഷേ വളരെ പാടാവും. കാരണം 2y ഇവിടെ x 1x 1y ഒന്നും അല്ല വന്നിരിക്കുന്നത്. 1x 1y എന്നൊക്കെ വന്നാലാണ്, x y എന്നൊക്കെ പറഞ്ഞു വന്നാലാണ് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എളുപ്പമാവുന്നത്. സോ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അത്ര എളുപ്പം ആകില്ല. സോ എലിമിനേഷൻ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ സെയിം വേരിയബിളും സെയിം കോഎഫിഷ്യന്റും വരുന്നത് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 5ന്റെ ആ ടേമിന് 5x-ന്റെ ആ ടേമിനെ മൊത്തം 2 കൊണ്ടും 2x-ന്റെ ആ ടേമിനെ മൊത്തം 5 കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. അതിങ്ങനെയാണ് 2 × 5 10x, 2 × 2 4y, 2 × 210 420, 5 × 2 10x, 5 × 3 15y is equal to 5 × 95. അതെങ്ങനെയാണത് എളുപ്പത്തിൽ? 5 × 100 എന്ന് പറയുന്നത് 500. 500-ൽ നിന്ന് 25 കുറച്ചാൽ മതി. കാരണം 95 × 5 എന്ന് പറയുമ്പോൾ അപ്പോൾ 475 എന്ന് വരും. 475. സോ ഇപ്പൊ നോക്കിക്കേ, 2 × 5 10, 2 × 2 4, 2 × 210 420, 5 2 10, 5 3 15, 5 95 475. സോ ഇത് 10 ന്ന് 10 പോയാൽ 0x, 4y മൈനസ് 15y. അപ്പോൾ ഇവിടെയും തെറ്റിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ 10x നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി വലിയ അക്കങ്ങളുള്ളത് ആദ്യം എഴുതുക. 10x plus 15y equal to 475. രണ്ടാമത് 10x plus 4y equal to എന്തിനാ എഴുതുക, 420 എന്ന് എഴുതിയിട്ട് മൈനസ് ചെയ്യുക. 10x ന്ന് 10x പോയാൽ 0x, 15 ന്ന് 4 കുറച്ചാൽ 11y, 475 5 ന്ന് 0 പോയാൽ 5, 7 ന്ന് 2 പോയാൽ 5, അതുപോലെ തന്നെ 4 ന്ന് 4 പോയാൽ 0 55. സോ y is equal to 55 divided by 11 equal to എത്രയായിരിക്കും, 5. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് ഇതേപടി തന്നെ നോക്കി മാത്രം ഇരിക്കാതെ നിങ്ങളും ഒരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം,
ചെയ്ത് നോക്കണം, കിട്ടുന്നുണ്ടോന്ന് ചെയ്ത് നോക്കണം. സോ നമുക്ക് y എത്രയെന്ന് കിട്ടി 5. ഇനി നമ്മൾ മാറ്റി ഇക്വേഷനിലോ അതോ ആദ്യം എടുത്ത ഇക്വേഷനിലോ നമ്മൾ മാറ്റിയെടുത്ത ഇക്വേഷനിലോ ഏതെങ്കിലും കൊണ്ട് y 5 കൊണ്ട് കൊടുക്കണം. നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം 2x + 3y = 95. 2 × x + 3 × y എത്രയാണ് കിട്ടിയത് 5 = 95. So 2 × x + 3 × 5 15 is equal to 95. അങ്ങനെയാണെങ്കിൽ 2x = 95 - 15. 95 ൽ നിന്ന് 15 കുറച്ചാൽ എത്രയാണ്? 95 ൽ നിന്ന് 5 കുറച്ചാൽ 90, 90 ൽ നിന്ന് 10 കുറച്ചാൽ 80. 2x = 80, x = 80/2 എന്ന് പറയുന്നത് 40. ചുരുക്കം പറഞ്ഞാൽ ഒരു ബുക്കിന് 40 രൂപയും ഒരു പേനയ്ക്ക് 5 രൂപയുമാണ്. നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് ഇട്ട് നോക്കണം. 5 × നമുക്ക് x കിട്ടിയത് എത്രയാ 40. 5 × 40 പ്ലസ് 2 × y. 2 × y കിട്ടിയത് 5. 2 × 5. സോ 5 40, 4 5 20, 200. 200 10 210. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്. ഇത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. കാരണം ഇത് നോക്കുമ്പോൾ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതപ്പോൾ നമ്മൾ 5x + 2y എന്ന് പറയുന്ന ആ ഇക്വേഷൻ 5x + 2y = 210 എന്ന് പറയുന്ന ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ 2x + 3y = 95 എന്ന് പറയുന്ന ആ ഇക്വേഷനെ എന്തുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു? 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. സോ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? സെയിം ആയിട്ടുള്ള വേരിയബിളും അതുപോലെ കോഎഫിഷ്യന്റും ഉള്ള ഒരു 2 ഇക്വേഷൻ കിട്ടി. ഈ 10x 10x നമുക്ക് അങ്ങനെ വെട്ടിക്കളയാൻ പറ്റി. y കണ്ടുപിടിച്ചു. y കൊണ്ട് ഇഷ്ടമുള്ള ഈ ഇക്വേഷനിലോ അല്ലെങ്കിൽ മാറ്റി ഈ ഇക്വേഷനിലോ കൊണ്ട് ഇട്ട് കൊടുത്ത് എന്ത് കണ്ടുപിടിക്കാം? x കണ്ടുപിടിക്കാനാവും. അടുത്തതാണ് when 2 is added to the numerator of a fraction. ഫ്രാക്ഷന്റെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇവിടെ ഞാൻ ഇനി ഇവിടെ എഴുതുന്നില്ല. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഉറപ്പായിട്ടും ഫസ്റ്റ് സെന്റൻസ് അതുപോലെ തന്നെ എഴുതണം. when 2 is added to the numerator of a fraction and the fraction is reduced to the lowest term we get 1/4. എന്താണ് അർത്ഥം എന്ന് അറിയോ? നമുക്ക് ഫ്രാക്ഷൻ ഏതാണെന്ന് അറിയില്ല. let the fraction equal to എന്ന ഫ്രാക്ഷൻ x/y എന്നുള്ള രീതിയിൽ എഴുതണം. ഇത് എഴുതിയാൽ കുറച്ച് മാർക്ക് കിട്ടും. 1 മാർക്ക് 4 കിട്ടുമായിരിക്കും. let the fraction is equal to x/y. എന്നിട്ട് നിങ്ങൾ ഓൾറെഡി ഇവിടെ എഴുതി വെക്കുന്നുണ്ടല്ലോ. ഏത്? when 2 is added to the numerator of the fraction and the fraction reduced to the lowest term we get 1/4. അപ്പോൾ എന്താണ് നിങ്ങൾ അത് ചെയ്യേണ്ടത്? അത് എഴുതി വെച്ചിട്ട് let the fraction be x/y എന്നിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അതായത് 2 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ കൂട്ടിയപ്പോൾ ആ ഫ്രാക്ഷൻ എങ്ങോട്ടേക്ക് റെഡ്യൂസ്ഡ് ആയി? വെട്ടിക്കുറച്ചപ്പോൾ ന്യൂമറേറ്ററിൽ 2 കൂട്ടിയപ്പോൾ ആ ഫ്രാക്ഷനെ വെട്ടിക്കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 1/4 കിട്ടിയെന്നാണ് ചോദ്യം. നമ്മുടെ ഒന്നാമത്തെ എടുത്ത ആ ഫ്രാക്ഷൻ x/y അത് എത്രയാണെന്നും അറിയില്ല. നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിൽ എന്ത് കൂട്ടി? 2 കൂട്ടി. എന്നിട്ട് ഡിവൈഡഡ് ബൈ y. അത് അതുപോലെ തന്നെ ഇട്ടു. ന്യൂമറേറ്ററിൽ 2 കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ y. ന്യൂമറേറ്ററിൽ 2 കൂട്ടാനേ അവർ പറയുന്നുള്ളൂ. when 2 is added to the numerator of a fraction. ആ ഫ്രാക്ഷൻ ഏതായിരുന്നു? x/y. അതിന് ന്യൂമറേറ്ററിൽ എന്ത് കൂട്ടി? 2 കൂട്ടി. ഫ്രാക്ഷന്റെ ചോദ്യം വന്നാൽ ആദ്യം എന്തെടുക്കണം? x/y ആണ് ഫ്രാക്ഷൻ എന്ന് എഴുതി വെക്കണം. ഓക്കെ. എന്നിട്ട് അതിന്റെ ന്യൂമറേറ്ററിൽ 2 കൂട്ടി x + 2 ഡിവൈഡഡ് ബൈ y. എന്നിട്ട് അതിനെ വെട്ടിക്കുറച്ചു. ഇവിടെ നമുക്ക് വെട്ടിക്കുറയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒറിജിനൽ ആയിട്ട് ഇതിന്റെ ഏതൊക്കെ നമ്പർ ഉണ്ടല്ലോ അതിനെ വെട്ടിക്കുറച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 1/4 ആണ്. എന്താണ്? 1/4. സോ ഇക്വേഷൻ നമ്പർ 1 ആയിട്ടുണ്ട്. പൂർണ്ണമായിട്ടില്ല. അതിന് നമ്മൾ ചെയ്യണം. ഇങ്ങനെ വന്നാൽ ഓർത്തോ ഇതിനെയും ഇൻറ്റു ചെയ്യുക. സോ 4 × x + 2 is equal to y × 1. ഇനി എന്താ ചെയ്യേണ്ടത്? 4 × x 4x plus 4 into 2 8 equal to y. 4x plus 8 equal to y. 4 into x 4x 4 into 2 8 equal to y. So 4x ഈ y ഇങ്ങോട്ട് കൊണ്ടുവരിക -y equal to ഈ 8 നെ അങ്ങോട്ട് കൊണ്ടുവരിക -8. ഇക്വേഷൻ നമ്പർ 1. ഒന്നുകൂടെ പറയാം. x എന്ന് പറയുന്ന ന്യൂമറേറ്ററിനോട് 2 കൂട്ടിയിട്ട് ആ y അതുപോലെ തന്നെ എഴുതി അതിനെ വെട്ടിക്കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ 1/4 ആണ്. അപ്പോൾ ഇതിനെ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × x + 2 equal to y × 1.
ഇത് തെറ്റിപ്പോകരുത്. ഇവിടെ ഈക്വൽ ടു സൈൻ ആണുള്ളത്. ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത്. സോ x + 2 ഇൻറ്റു 4 ഈക്വൽ ടു എന്തായിരിക്കും y ഇൻറ്റു 1 y ഇൻറ്റു 1 y 4 ഇൻറ്റു x 4x 4 ഇൻറ്റു 2 8 4x + 8 ഈക്വൽ ടു y 4x ഈ y ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 4x - y -8 ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തത് നിങ്ങൾ ഇവിടെ ഓൾറെഡി എഴുതി വെക്കണം. ഏതാണ് അത്? when 2 is added to the denominator and the fraction reduced to the lowest term we get 1/5. what is the fraction? ഇനി പറയുന്നത് നമ്മുടെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ 2 കൂട്ടിയാൽ എന്നിട്ട് അതിനെ വെട്ടി കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് നോക്കിയേ. when 2 is added to the denominator ഡിനോമിനേറ്ററിൽ 2 കൂട്ടിയിട്ട് അതിനെ വെട്ടി കുറച്ചാൽ ലോവസ്റ്റ് ടേമിലേക്ക് വെട്ടി കുറച്ചാൽ we get 1/5. നമുക്ക് 1/5 ആണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇതും ഇക്വേഷനിലേക്ക് എത്തിയില്ല. എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഇൻറ്റു x ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു y പ്ലസ് 2. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ 2 ടേംസ് വരുന്നതിനെ ഇൻറ്റു 4 ചെയ്യുമ്പോൾ ഈ 4 ഇവനും ഉള്ളതാണ്, ഈ 4 ഇവനും ഉള്ളതാണ്. അത് തെറ്റിക്കരുത്. അതുപോലെ തന്നെ ഇവിടെ 1 ആയതുകൊണ്ട് കുഴപ്പമില്ല. 1 ഇൻറ്റു y 1y തന്നെയാണ്. 1 ഇൻറ്റു 2 2 തന്നെയാണ്. 5x ഈസ് ഈക്വൽ ടു 1y പ്ലസ് 2. സോ 5x ന്റെ അങ്ങോട്ടേക്ക് y നെ കൊണ്ടുപോയാൽ 5x - y ഈക്വൽ ടു എന്തെന്നുണ്ട് 2. സോ 5x - y ഈക്വൽ ടു 2 ആണ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 എന്താണ്? 4x - y ഈക്വൽ ടു -8. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതുകയാണ്. 5x - y ഈക്വൽ ടു 2, 5x - y ഈക്വൽ ടു 2, 4x - y ഈക്വൽ ടു -8, 4x - y ഈക്വൽ ടു -8. അപ്പോൾ ഇത് നല്ലപോലെ ചെയ്തു പിടിക്കണം. 4x - y ഈക്വൽ ടു -8 ഉം 5x - y ഈക്വൽ ടു 2. ഇനി നോക്കുമ്പോൾ അറിയാം y ഉം -1 ഉം -1 സെയിം ആണ്. രണ്ട് മൈനസുകളാണ് വന്നിരിക്കുന്നത്. രണ്ട് മൈനസുകൾ വന്നാൽ നമുക്കറിയാം -2 ഉം -2 വന്നാൽ അത് 0 ആകണമെങ്കിൽ നമ്മൾ ഒരു മൈനസ് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം മൈനസും മൈനസും പ്ലസ് ആയിക്കോളും. പ്ലസ് ഒരു മൈനസും ഒരു പ്ലസും വന്നാൽ കുറച്ചിട്ട് വരുന്നതിന്റെ ചിഹ്നം. സോ അതേ കൺസെപ്റ്റില് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൈനസും ഈ മൈനസും കൂടെ വെട്ടിപ്പോണമെങ്കിൽ ഇവിടെ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. സോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ y ഇവിടെ -y ഉണ്ട്, ഇവിടത്തെ ഈ മൈനസ്, പിന്നെ ഇവിടെ ഒരു -y കൂടെ ഉണ്ട്. സോ -y എന്താവും? +y ഈക്വൽ ടു എന്താവും? 0. സോ 5x ന് 4x കുറച്ചാൽ 1x. 5x - 4x 1x. ഇത് ഞാൻ വേറെ തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ടൈപ്പ് ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മാറ്റിയിട്ടുണ്ട്. നോക്കിയാൽ -y -y എത്രയാണ് വരുന്നത്? 0. കാരണം ഇവിടെ എന്തായി പോകും? പ്ലസ് ഒരു പ്ലസ് ഒരു മൈനസ് വന്നാൽ 0 ഈക്വൽ ടു 2. അതും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മാറ്റി എഴുതുവാണ്. 2 -8 -8 എന്താവും? +8. 2 + 8 എത്രയാണ്? 10. എക്സിന്റെ വാല്യൂ സിംപ്ലി നമുക്ക് എത്രയെന്ന് കിട്ടി? 10. ഇനി ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് എക്സിന്റെ വാല്യൂ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 4x - y ഈക്വൽ ടു -8. 4 ഇൻറ്റു 10 10 അല്ലായിരുന്നോ? -y ഈക്വൽ ടു -8. 40 - y ഈക്വൽ ടു -8. -y അല്ലേ ഇവിടെ ഉള്ളത്. ഈ 40 ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? -8 -40. രണ്ട് മൈനസുകൾ ഇത്തരത്തിൽ വന്നാൽ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം. സോ -48 -y ക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ y എന്തിനോട് തുല്യമാണ്? 48. മൈനസും മൈനസും വെട്ടി പോകുമ്പോൾ y ഈക്വൽ ടു 48. അതായത് ഞാൻ ഒന്നും ചെയ്തില്ല, ഈ ഒരു ഇക്വേഷനിൽ കൊണ്ട് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് y-യുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്തത് ശരിയാണെന്ന് പറയുന്നത്, അതായത് ആ ഫ്രാക്ഷന്റെ x എത്രയാണ് കിട്ടിയത്? x 10ഉം y എത്രയാണ് കിട്ടിയത്? 48ഉം. x 10ഉം y 48ഉം. ആദ്യത്തെ ഇതിന്റെ അകത്ത് x 10ഉം y 48ഉം ആണ് കിട്ടിയത്. ആദ്യത്തെ ഇതില് പറയുന്നത് ന്യൂമറേറ്ററിൽ ഉള്ള നമ്പറിന്റെ കൂടെ നമ്മൾ 2 കൂട്ടി, അപ്പൊ എത്രയാവും? 12 ആവും. ന്യൂമറേറ്ററിൽ x അല്ലായിരുന്നു, എക്സിന്റെ കൂടെ 2 കൂട്ടി, അപ്പൊ 12/48. ഇതിനെ വെട്ടിക്കുറയ്ക്കുമ്പോൾ 12 12 ഒരു പ്രാവശ്യം 48 4 വെട്ടിക്കുറയ്ക്കുമ്പോൾ എന്തായെന്നാണ് പറഞ്ഞത്? 1/4. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ നമുക്ക് പ്രൂവ് എന്താണെന്നത് ന്യൂമറേറ്ററിൽ 10 തന്നെ,
y പ്ലസ് 2 y എത്രയാണ് നമുക്ക് കിട്ടിയത് 48 48ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 50 വെട്ടിക്കുറയ്ക്കുമ്പോൾ 1/5 ലഭിക്കും. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ആൻസേഴ്സ് ചെക്കും ചെയ്ത് നോക്കി. അപ്പോൾ കറക്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ. ഈ ഫ്രാക്ഷന്റെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു ഫ്രാക്ഷന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. ഫ്രാക്ഷന്റെ ചോദ്യം വന്നാൽ ഉടനെ ഫസ്റ്റ് x/y എടുക്കുക, എന്നിട്ട് എന്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ചെയ്യുക. ഏതുപോലെ എന്ന് വെച്ചാൽ ഏജിന്റെ പ്രോബ്ലത്തിൽ നമ്മൾ ഇപ്പോഴത്തെ കറന്റ് ഏജ് 2% x, y എന്നാണ് പറഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് ആഫ്റ്റർ ആണെങ്കിൽ x പ്ലസും ബിഫോർ ആണെങ്കിൽ x മൈനസും എടുക്കുന്നത് പോലെ ഇവിടെ ഫ്രാക്ഷന്റെ ചോദ്യം വന്നാൽ ആദ്യത്തെ ആ ഫ്രാക്ഷൻ x/y എന്ന് എടുക്കുക. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 5 times a number added to 3 times another number gives 62. 2 times the second number subtracted from 4 times the first gives 10. 5 times a number added to. ഇത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയുന്ന പോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വേണം? ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആൻസർ ഷീറ്റിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു സെന്റൻസ് എഴുതി വെക്കണം. 5 times a number added to 3 times another number gives 62. അത് കഴിഞ്ഞ് 2 times the second number subtracted from 4 times the first gives 10. ഓക്കേ, ഇതുപോലെ ഉള്ള ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ നമ്പർ. അതായത് ഒരു നമ്പർ എടുക്കുന്നു, ആ നമ്പറിന്റെ കൂടെ ഒരു 36 ഒക്കെ കൂട്ടുമ്പോൾ ആ നമ്പർ എന്ത് ചെയ്യുന്ന തിരിച്ച് എഴുതുന്ന രീതിയിൽ, അതായത് ഇപ്പൊ 36 കിട്ടിയാൽ 63 ആകുന്ന രീതിയിൽ ആകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അതായത് നമ്പർ എടുക്കുന്നു, ആ നമ്പറിന്റെ കൂടെ ഏതോ ഒരു പർട്ടിക്കുലർ നമ്പർ കൂട്ടുമ്പോൾ നമ്മൾ എടുത്ത നമ്പർ എന്ത് ചെയ്യുന്നു തിരിഞ്ഞു വരുന്നത് പോലെ ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ചെയ്ത് പഠിച്ചോണം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതേപോലുള്ള വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് അറിയില്ല, എക്സും വൈയും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ലെറ്റ് ദ നമ്പേഴ്സ് ബി x, y എന്ന് എടുക്കുക. എന്നിട്ട് നമുക്കറിയാം നിങ്ങൾ എഴുതണം ഫസ്റ്റ് ഈ 5 times a number. അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടും. 5 times a number added to 3 times another number gives 62. Now ഇതിന്റെ ഓർഡറിൽ പോയാൽ 5 times 5 into a number x added to plus 3 times 3 into another number y gives 62. Equation number 1. 5x plus 3y equal to 62. രണ്ടാമത്തെ അതേപോലെ തന്നെ എഴുതുക. 2 times the second number subtracted from 2 times the second number subtracted from 2 times the second number subtracted from 4 times the first gives 10. 2 times the second number, അത് മാറിപ്പോയത്. 2 times the second number subtracted from എന്നുള്ള ആളല്ലേ ആദ്യം എഴുതുന്നത്. യെസ്, അത് മറക്കരുത്. from എന്ന് പറയുന്ന ആളാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ എത്രയാ? 4 times the first number. 4 times the first number എത്രയാ? 4 times first number, അത് 4x ആണ്. 4x ൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? 4x ൽ നിന്ന് 2y കുറയ്ക്കുന്നു. അതായത് 4 times the first number എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. 4x ൽ നിന്ന് കുറയ്ക്കുന്നു. എന്തിനെ? 2 times the second number കുറയ്ക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. എന്താണ് രണ്ടാമത്തെ അർത്ഥം? 2 times the second number ഏതാണ്? 2y. Subtracted from 4 times the first ഏതാണ്? ഫസ്റ്റ് നമ്പർ x. 4x ൽ നിന്ന് 2y കുറയ്ക്കുന്നു. തെറ്റിപ്പോകരുത്. 4x minus 2y give 10. So equation number 2. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ഏതാണ്? 5x plus 3y equal to 62. രണ്ടാമത്തെ ഇക്വേഷൻ 4x minus 2y equal to 10. ഇവിടെ കാണുമ്പോൾ അറിയാം നമുക്ക് എലിമിനേഷൻ ആണ് എളുപ്പം. പക്ഷേ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സെയിം നമ്പേഴ്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ 4 കൊണ്ടും ഇതിനെ 5 കൊണ്ടും ഗുണിക്കുന്നു. ഇതിനെ 4 കൊണ്ട് ഇതിനെ 5 കൊണ്ട് ഗുണിക്കുന്നു. കാരണം 5 4 20 വരും, 5 4 20 വരും. 5 × 4 20
x. അടുത്ത 4 × 3 12y. 4 × 62 6 4 24 ആണ്. പിന്നെ ഒരു 8 248. അതായത് 6 4 60 6 12 18 24. അതുപോലെ 2 4 6 8. അടുത്ത 5 4 20x പ്ലസ് 5 × -2 മൈനസ് 10y. 5 × 10 50. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. 20x 20x 0. 12 മൈനസ് മൈനസ് 12 മൈനസ് മൈനസ് എന്താവും? പ്ലസ്. സോ 12 പ്ലസ് 10 എത്രയാ? 22y. 12 പ്ലസ് 10 22y. 248 ൽ നിന്ന് 50 കുറച്ചാൽ എത്രയാണ്? 50 കുറച്ചാൽ 8 ന് പോയാൽ 8 തന്നെ. 4 ന് പോകത്തില്ല. 14 ആക്കണം. ഇതിനെ 1 ആക്കണം. 14 5 198 എന്ന് കിട്ടും. 198. 22y 198 എന്ന് കിട്ടി. y 198/22. 198 22 എത്ര പ്രാവശ്യമുണ്ട്? 9 പ്രാവശ്യമാണുള്ളത്. 9 പ്രാവശ്യമാണ് ഉള്ളത്. നോക്കിക്കേ, 198 220 എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. അപ്പൊ 198 9 പ്രാവശ്യം. എന്നിട്ട് 1 2 3 4 ഈ ഇക്വേഷൻ തന്നെയാണ് ഇത്. ഇത് തന്നെയാണ് ഇത്. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊണ്ട് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇത് എടുക്കാം. 5x + 3y = 62. 5 × x + 3 × 9 = 62. 5x + 27 = 62. 5x = 62 മൈനസ് 27. 62 ൽ നിന്ന് 27 കുറച്ചാൽ എത്രയാ? 27 ഉം 5 ഉം 32. 32 അപ്പോൾ 35 എന്ന് കിട്ടും. സോ 5x = 35. x = 35/5. എത്രയാണ് കിട്ടുന്നത്? 35 5 7. സോ x ന്റെ വാല്യൂ 7, y യുടെ വാല്യൂ 9. നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. x ന്റെ വാല്യൂ 7 ആണ് കിട്ടിയത്. y യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 9. x ഏതെങ്കിലും ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ശരിയാണോ എന്ന് നോക്കിയാൽ മതി. 5 × 7 + 3 × 9. 5 × 7 35 പ്ലസ് 3 × 9 27. സോ 27 5 32. 32 30 62. സോ നമുക്ക് കിട്ടിയ ആൻസർ ശരി. ഒന്നാമത്തെ x 7 ഉം രണ്ടാമത്തെ നമ്പർ ഏതാണ് നമ്മൾ എടുത്തത്? 9 ആണ്. ഈ രണ്ട് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ 2-digit നമ്പർ. ഇത് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ 2-digit നമ്പർ വിത്ത് ദ സം ഓഫ് ഡിജിറ്റ് ഈക്വൽ ടു 13. 2-digit നമ്പർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എഴുതേണ്ടത് 2-digit നമ്പർ ആണെങ്കിൽ അത് ഏതായിരിക്കും? xy ആയിരിക്കും. 2-digit നമ്പർ ആണെങ്കിൽ ഏതായിരിക്കും? xy ആയിരിക്കും. xy ഇത് 2-digit നമ്പറിന്റെ റെപ്രസെന്റേഷൻ. ഉദാഹരണത്തിന് 63. നമുക്കറിയാം 63 എന്ന് പറഞ്ഞാൽ 6 × 10 + 3 × 1 എന്ന് എഴുതാം. അതുപോലെ x × 10 + y × 1, അതായത് 10x + y. 63 ന് 6 × 10 + 3 × 1 എന്ന് എഴുതുന്ന പോലെ നമുക്ക് എന്തെന്ന് എഴുതാം? 10x + y എന്ന് എഴുതാം. 2-digit നമ്പറിന് 10x + y. സോ റൈറ്റ് എ 2-digit നമ്പർ വിത്ത് ദ സം ഓഫ് ദ ഡിജിറ്റ്. ഡിജിറ്റ് ഏതൊക്കെയാണ്? ഡിജിറ്റ്സ് ആർ ഡിജിറ്റുകൾ, അക്കങ്ങൾ ഏതൊക്കെയാണ്? x, y. ആദ്യത്തെ നമ്മൾ എഴുതണം എന്താണ്? 2-digit നമ്പേഴ്സ് വിത്ത് സം ഈക്വൽ ടു സം ഓഫ് ഡിജിറ്റ്. ഡിജിറ്റുകൾ x ഉം y ഉം അല്ലേ? x ഉം y ഉം. x ഉം y ഉം കൂട്ടുന്നത് 13. ഇക്വേഷൻ നമ്പർ 1. x ഉം y ഉം കൂട്ടുന്നത് എത്രയാണ്? 2-digit നമ്പർ വിത്ത് സം ഓഫ് ഡിജിറ്റ്. സം ഓഫ് ഡിജിറ്റ് x ഉം y ഉം കൂട്ടുന്നത് 13. ഇനി സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2-digit നമ്പർ ഈസ് 13. സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2-digit നമ്പർ ഈസ് 13 ആൻഡ് ദ നമ്പർ ഗോട്ട് ബൈ റിവേഴ്സിംഗ് ദ ഡിജിറ്റ് ഈസ്. ഇനി അത് നമ്മൾ അതേപടി തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ദ നമ്പർ ഗോട്ട് ബൈ റിവേഴ്സിംഗ് ദ ഡിജിറ്റ്. റിവേഴ്സിംഗ് ദ ഡിജിറ്റ് ഈസ്. The number got by reversing the digit is 27 more than the number. ഒറിജിനൽ ആയിട്ട് എടുത്ത നമ്പറിനെ കാട്ടിലും 27 കൂടുതലാണ് എന്ത്? നമ്പർ ഗോട്ട് ബൈ റിവേഴ്സിംഗ്. നമ്മുടെ ഒറിജിനൽ നമ്പർ ഏതായിരുന്നു? xy. അപ്പോൾ number got by reversing the digit ഏതാ? yx. So the number got by reversing the digit is എന്ന് പറഞ്ഞാൽ എന്താ? is equal to 27 more than. 27 എന്ന് പറഞ്ഞാൽ 27 എന്ന് നമ്മൾ എഴുതി.
മോർ ദാൻ എന്ന് പറഞ്ഞാൽ പ്ലസ് 27 പ്ലസ് എക്സ് വൈ എന്ന് എഴുതാം. സോ അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ നമ്പർ ഗോട്ട് ബൈ റിവേഴ്സിംഗ് ദ ഡിജിറ്റ്, അതായത് yx എന്ന് പറയുന്നത് 27 മോർ ദാൻ ദ നമ്പർ, 27 മോർ ദാൻ ദ നമ്പർ. അപ്പോൾ നമ്പർ റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ നോക്കിയാൽ 63 എന്ന് പറയുന്നത് 6 × 10 + 3 × 1 അതായത് 10 × x. 6ന്റെ അവിടെ നമ്മളൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്, x 6 എന്നല്ല, ഉദാഹരണം 63 എന്ന് പറഞ്ഞാൽ 6 × 10 + 3 × 1. അതുപോലെ തന്നെ 10 × x + y × 1 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ നമ്പറിനെ, അതായത് 10x + y. അപ്പോൾ ഈ ഒരു yx ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 10y + x, അതായത് 10ന്റെ പൊസിഷനിലുള്ള y ആ. അപ്പോൾ 10y + x = 27 പ്ലസ് x ന്റെ സ്ഥാനത്ത് അല്ലെ x y യുടെ സ്ഥാനത്ത് 10x + y എന്നും കൊടുക്കാം. സോ നമ്പർ ഇതാണ് നമ്മുടെ നമ്പർ. ആ നമ്പറിന്റെ കൂടെ 27 കൂട്ടിയാൽ എന്ത് കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം? തിരിച്ചിട്ടുള്ള നമ്പർ കിട്ടും. അല്ലെങ്കിൽ അവർ ഏതാണ് ഇവിടെ തന്നിരിക്കുന്നത്? നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള നമ്പറിന്റെ ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ ആണ് എന്ത്? എന്തിനോട് ഈക്വൽ ആണ് അത്? 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ ആണ് ഡിജിറ്റ്സ് മാറ്റി കിട്ടുന്ന നമ്പർ. നമ്പർ ആക്കണമെങ്കിൽ നമുക്ക് y എന്ന് പറയുന്ന 10th പൊസിഷൻ ആണ്, അതുകൊണ്ട് 10y + x, 27 + 10x + y. y എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷൻ സിംഗിൾ, അതായത് വൺസ് പൊസിഷനിലാണ്. ഇനി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ കൊണ്ടുപോവാം. ഇവിടെ 27 ഉണ്ട്, ഞാൻ അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ -27 ആകും. ഇവിടെ 10x ഉണ്ട്, ഇവിടെ -x ഉള്ളതിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -x, 10x നെ അങ്ങോട്ടേക്ക് x നെ കൊണ്ടുവരുമ്പോൾ -x. ഇവിടെ y ഉണ്ട്, ഈ 10y നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -10y. സോ നമുക്ക് കിട്ടുന്നത് -27 = 10x ൽ നിന്ന് 1x കുറയ്ക്കുമ്പോൾ 9x, ഒരു y ൽ നിന്ന് 10y കുറയ്ക്കുമ്പോൾ -9y. മനസ്സിലായല്ലോ? 10x ൽ നിന്ന് x കുറയ്ക്കുമ്പോൾ 9x, ഒരു y ൽ നിന്ന് 10y കുറയ്ക്കുമ്പോൾ -9y. ഇതിനെല്ലാത്തിനും കോമൺ എടുക്കാൻ പറ്റും. ഇതിനെല്ലാത്തിനും കോമൺ ഉള്ളത് ഏതാണ്? കോമൺ ഉള്ളത് 9 ആണ്. സോ 9 എല്ലാത്തിനും കോമൺ ഉണ്ടെങ്കിൽ, ഒരു ഇക്വേഷനിലെ 3 ടേമിനും കോമൺ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയാം. ഇവിടെ ഡിവൈഡ് ബൈ 9 ചെയ്യുക, 9 9. സോ 27 9 എത്ര പ്രാവശ്യം? 3 തവണ. മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് 9 ൽ 9 ഒരു തവണ, 1x -1y. സോ ഒരു ഇക്വേഷൻ കൂടെ നമുക്കായിട്ടുണ്ട്, 1x - 1y = -3. ഇക്വേഷൻ നമ്പർ 2. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി, x + y = 30. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇത് റിവേഴ്സിംഗ് ദ ഡിജിറ്റും ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മസ്റ്റ് ആയിട്ട് ചെയ്തു പഠിക്കുക, കേട്ടോണ്ട് മാത്രം ഇരിക്കാതെ മസ്റ്റ് ആയിട്ട് ചെയ്തു പഠിക്കുക. സോ ഒന്നാമത്തെ ഇക്വേഷൻ x + y = 13. x + y = 13. രണ്ടാമത്തെ ഇക്വേഷൻ x - y = -3. ഇത് എലിമിനേഷൻ ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം, സമ്മും ഡിഫറൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ അതും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ആ എളുപ്പം ഉപയോഗിക്കാൻ പോവാം. നോക്കിയാൽ സമ്മും ഡിഫറൻസും, രണ്ട് നമ്പേഴ്സിന്റെ സമ്മും ഡിഫറൻസും ആയിട്ടാണ് വന്നത്. സോ s + d/2 s - d/2. സോ 13 പ്ലസ് -3/2 അല്ലെങ്കിൽ 13 -3/2. ഈ മൈനസ് ഇക്വേഷനിലെ ഡിഫറൻസ് എത്ര ഉണ്ട്? -3 എന്നുണ്ട്. 13 ൽ നിന്ന് 3 കുറച്ചാൽ 10/2 എത്രയാണ്? 5. 13 പ്ലസ് 3 16. 16/2 എത്രയാണ്? 8. സോ x എന്ന് പറയുന്നത് 5, y എന്ന് പറയുന്നത് 8 എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാൻ ശരിയാവുമെന്ന്. 5 8 8 5 13, അത് കറക്റ്റ് ആണ്. ഇനി തിരിച്ചിടുമ്പോൾ നോക്കാം. നമുക്കറിയാം 58ന്റെ കൂടെ 27 കൂട്ടിയാൽ എത്ര കിട്ടും? 58ന്റെ കൂടെ എത്ര കൂട്ടണം? 27. 8 8 16, 15, 5 1 6 8 85. ശരിയാണ്. നോക്കിയേ, 58. x 5 ആണ് കിട്ടിയത്, y 8 ആണ് കിട്ടിയത്. ഒറിജിനൽ നമ്പർ 58 ആയിരുന്നു, അതിന്റെ കൂടെ 27 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 85. 85 എന്ന് പറയുന്നത് ഈ 58നെ തിരിച്ചെഴുതുന്നതാണ്. 58നെ തിരിച്ചെഴുതുമ്പോഴാണ് എന്ത് വരുന്നത്? 85 വരുന്നത്. 85 വരുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ആൻസർ. ഞാനിത് ഇനി എലിമിനേഷൻ, ഇത് നമ്മുടെ സം പ്ലസ് ഡിഫറൻസ് ബൈ 2 സം മൈനസ് ഡിഫറൻസ് ബൈ 2 ആയിട്ടാണ് ചെയ്തത്. ഇനി എലിമിനേഷൻ മെത്തേഡിലൂടെയും വേണമെങ്കിൽ ചെയ്യാം. x ന് x പോയാൽ 0, y - y എന്ന് പറയുന്നത് എത്ര? 2y. 13 - 3
16 y equal to എത്ര വരും 16/2 8. അപ്പോൾ y 8 ആണെങ്കിൽ 8 5 ആണെന്ന് 13. x എത്ര ആയിരിക്കും 5. സോ ഇതാണ് ആൻസർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കഴിഞ്ഞ കൊല്ലത്തെ ഓൺ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഫ്രാക്ഷന്റെ ആണ്. അപ്പൊ ഫ്രാക്ഷന്റെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ആദ്യം x/y എന്ന് വേണം എടുക്കാൻ. ഫ്രാക്ഷൻ എടുക്കുമ്പോൾ x/y എന്ന് വേണം എടുക്കാൻ. സിംപ്ലിഫൈഡ് ആഫ്റ്റർ സബ്ട്രാക്ടിങ് 1 ഫ്രം ദ ന്യൂമറേറ്റർ. ഇവിടെ സബ്ട്രാക്ടിങ് 1 ഫ്രം ദ ന്യൂമറേറ്റർ ആണ്. x/y യിൽ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് 1 കുറച്ചപ്പോൾ നമുക്ക് അര കിട്ടി. അതുപോലെ തന്നെ if instead 7 is added to the denominator, ഇവിടെ എന്താ സബ്ട്രാക്ടിങ് 1 ചെയ്തപ്പോൾ ന്യൂമറേറ്ററിൽ നിന്ന് 1 കുറച്ചു. ഇനി x/y ആണ് നമ്മുടെ ഫ്രാക്ഷൻ. അതിൽ if instead 7 is added to the denominator, 7 ഡിനോമിനേറ്ററിന്റെ കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 1/3 കിട്ടി. by taking x as the numerator, y as the denominator, write the fraction. ഏതാണത് x/y. form the equation. നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. write the fraction. ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ഞാൻ ഇത് കഴിഞ്ഞ ചോദ്യത്തിലെ പറഞ്ഞു തന്നു. ഇങ്ങനെ ചെയ്യുക 2 * x - 1 = y * 1. 2 * x എത്രയാ 2x. 2 * -1 - 2 = y. so 2x ഈ y ഇങ്ങോട്ട് വരിക. അപ്പോൾ -y ഈ 2 നെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1. ഇവിടെ x * 3 3x = 1 * y + 7. 1 * y + 7 എന്ന് പറയുമ്പോൾ 1y + 7 = 3x. ഇതിനെ കൊണ്ടുവരുമ്പോൾ 3x - y എന്തെന്ന് വരും 7. സോ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഒന്ന് ഒന്നിച്ചെഴുതാം. 3x - y = 7 ഉം 2x - y = 2. ഇതുപോലത്തെ ഉള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തായി. ഇവിടെ മൈനസ് ആണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു -y ഉണ്ട്. ഒരു മൈനസ് ഇട്ടാൽ ഇവിടെ ഒരു -y ഉണ്ട്. മൈനസ് എന്താക്കണോ പ്ലസ് ആയിക്കോളും. സോ -y + y = 0. ദിസ് ഈസ് 0y. 7 - 2 എത്രയാണ് 5. 7 - 2 5. 3x ന് 2x കുറച്ചാൽ 1x. 1x = 5. സോ x ന്റെ വാല്യൂ നമുക്ക് കിട്ടി 5. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി നമുക്ക് എന്ത് കൊടുക്കാം? x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് y യുടെ വാല്യൂ കണ്ടുപിടിക്കാം. 2x - y = 2. 2 * 5 - y = 2. 10 - y = 2. ഈ ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ -y = 2 - 10 = -8. അപ്പോൾ y യുടെ വാല്യൂ എത്രയായിരിക്കും? y യുടെ വാല്യൂ 8. -y -8 ആണെങ്കിൽ y യുടെ വാല്യൂ എന്തായിരിക്കും 8. നമുക്ക് ഇനി നോക്കാം ശരിയാണോ ചെയ്തത്. y യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 8. x ന്റെ വാല്യൂ കിട്ടിയത് 5. 5 ൽ 1 കുറച്ചാൽ 4. 4 ൽ 4 ഒരു പ്രാവശ്യം. 8 ൽ എത്ര പ്രാവശ്യം 2. വെട്ടി കുറയ്ക്കുമ്പോൾ 1/2. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. x ന്റെ വാല്യൂ കിട്ടിയത് നമുക്ക് 5 ആണ്. y യുടെ വാല്യൂ കിട്ടിയത് 8 ആണ്. 8 ന്റെ കൂടെ എന്ത് കൂട്ടുമ്പോൾ 7 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5/15. 1/3 വെട്ടി കുറയ്ക്കുമ്പോൾ. അപ്പോൾ അതും കറക്റ്റ് ആണ്. സോ നമ്മൾ ചെയ്ത സൊല്യൂഷൻ കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ വെരിഫൈയും ഇപ്പോൾ ചെയ്തു.